പിറ്റേന്ന് ഉച്ചയ്ക്ക് 12:30 ആയപ്പോൾ ദീപ്തി അയാളെ വിളിച്ചു. ഞാൻ അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, ഓക്കെ? അവൾ ബസ്സിറങ്ങി കഴിഞ്ഞപ്പോഴേക്ക് രാജീവ് കാറുമായി ചെന്നു. അവൾ ഫ്രണ്ട് സീറ്റിൽ കയറിയിരുന്നു. നേരെ കവടിയാറിലേക്കാണ് അവർ പോയത്. എത്ര ഭംഗിയുള്ള വീട്, കാറിൽ നിന്നിറങ്ങിയപ്പോൾ അവൾ പറഞ്ഞു. അയാൾ ചിരിച്ചതേയുള്ളൂ. നമുക്ക് മുകളിൽ ചെന്നിരിക്കാം, അവിടെ നിന്ന് നോക്കിയാൽ നല്ല വ്യൂ ആണ്. അവർ മുകളിലേക്ക് ചെന്നു. പെട്ടെന്ന് അയാൾ അവളെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. അവൾ വിധേയയായി നിന്നു. ഉടൻ അയാളുടെ മൊബൈൽ ബെല്ലടിച്ചു. നാശം, അവളെ വിട്ടിട്ട് അയാൾ ഫോണെടുത്തു. മിസ് താരമാധവാണ് വിളിച്ചത്. രാജീവ്, ഒരു സർപ്രൈസ് തരാമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ? പുറത്തേക്ക് ഇറങ്ങി വന്ന് നോക്കൂ, അവൾ പറഞ്ഞു. അയാൾ ഓടിച്ചെന്ന് വെളിയിലേക്ക് നോക്കി. ഗേറ്റിന് വെളിയിൽ നിർത്തിയിട്ടിരിക്കുന്ന കാറിൽ നിന്ന് താരാമാധവ് ഇറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ മൊബൈൽ ചെവിയോടെ അമർത്തിപ്പിടിച്ചിരുന്നു. അയാൾ ഞെട്ടലോടെ ദീപ്തിയെ തിരിഞ്ഞു നോക്കി. അവളുടെ മുഖം വിളറിയിരുന്നു. അത് ശരി, ഇങ്ങനൊരു രഹസ്യ സംഗമം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ദീപ്തി കോപത്തോടെ രാജീവിനെ നോക്കി. അയാൾ അമ്പരന്നു പോയി. ഇല്ല ദീപ്തി, ഞാൻ മനസ്സവാച അറിയാത്ത കാര്യമാണ് താരമാധവൻ്റെ ഈ വരവ്. സത്യം, അവൾ ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല, അയാൾ നിസ്സഹായതയോടെ പറഞ്ഞു. പക്ഷേ ആ സ്ത്രീ ഇപ്പോൾ വന്നത് എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. രാജീവേട്ടാ, നിങ്ങൾ എന്നെ ഇങ്ങനെ വിഡ്ഢിയാക്കരുതായിരുന്നു. എന്നെ ഇങ്ങനെ അപമാനിക്കരുതായിരുന്നു. സങ്കടം കൊണ്ട് അവളുടെ ശബ്ദം ഇടറി. രാജീവിൻ്റെ കയ്യിലിരുന്ന മൊബൈൽ വീണ്ടും ബെല്ലടിക്കാൻ തുടങ്ങി. താര പിന്നെയും വിളിക്കുകയാണ്. രാജീവ് വീണ്ടും ദീപ്തിയെ അഭിമുഖീകരിച്ചു. ദീപ്തി, ഞാൻ നിന്നെയല്ലാതെ വേറെ ആരെയും സ്നേഹിക്കുന്നില്ല. താര എനിക്ക് എൻ്റെ ബോസ് മാത്രമാണ്. ഒരു പക്ഷേ അവൾക്ക് വേറെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ കാണുമായിരിക്കും. പക്ഷേ ഒരിക്കലും ഞാൻ അവൾക്ക് വഴങ്ങില്ല. സത്യം, എന്നെ വിശ്വസിക്കൂ പ്ലീസ്. രാജീവിൻ്റെ ദയനീയമായ മുഖം കണ്ടപ്പോൾ എന്തു പറയണമെന്നറിയാതെ ദീപ്തി നിന്നു. തൽക്കാലം നീ ഇവിടെ ബെഡ്റൂമിൽ ഇരുന്നാൽ മതി, താഴേക്ക് വരണ്ട. നിന്നെ അവൾ കണ്ടാൽ ആ നിമിഷം നിൻ്റെ ഡാഡിയെ വിവരം അറിയിക്കും. അത് നമുക്ക് രണ്ടുപേർക്കും നല്ലതല്ല. അയാൾ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് ദീപ്തിക്ക് തോന്നി. വേണ്ട, നമ്മൾ തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ച് ആ സ്ത്രീ അറിയണം. എങ്കിലേ ആ സ്ത്രീ രാജീവേട്ടനെ വെറുതെ വിടൂ, അവൾ പറഞ്ഞു. താരയെ അക്കാര്യം അറിയിക്കാം, പക്ഷേ ഇപ്പോൾ വേണ്ട. ഞാൻ താഴേക്ക് പോവാണ്. എത്രയും വേഗം ഞാൻ അവളെ പറഞ്ഞു വിടാം. പ്ലീസ് ദീപ്തി, എന്നെ വിശ്വസിക്കൂ. അപേക്ഷാഭാവത്തിൽ അവളെ ഒന്ന് നോക്കിയിട്ട് രാജീവ് വേഗം മുറിയിൽ നിന്നിറങ്ങി ഹാളിലെത്തി. സ്റ്റെയർ കേസ് ഇറങ്ങി ഡ്രോയിങ് റൂമിൽ ചെന്നു. മുടി ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഷർട്ട് പിടിച്ച് നേരെയാക്കിയിട്ട് അയാൾ സാധാരണ മട്ടുന്നടിച്ച് മുൻവാതിൽ തുറന്നു. താരാമാധവ് വന്ന് സിറ്റൗട്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു. രാജീവ് എന്ത് ചെയ്യുകയായിരുന്നു? ഞാൻ എത്ര തവണ വിളിച്ചു, അവൾ പ്രേമപൂർവ്വം പരിഭവിച്ചു. ഞാൻ ബാത്റൂമിലായിരുന്നു. എന്താ ഒരു മുന്നറിയിപ്പുമില്ലാതെ? പുഞ്ചിരി വരുത്തി അയാൾ ചോദിച്ചു. ബി റെഡി ഫോർ എ സർപ്രൈസ് എന്ന് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ? എൻ്റെ ഈ വരവാണ് സർപ്രൈസ്. അവൾ അയാളെ നോക്കി മൃദുവായി പൊട്ടിച്ചിരിച്ചു. വിലപിടിപ്പുള്ള മനോഹരമായ ഒരു സാരിയായിരുന്നു താര ഉടുത്തിരുന്നത്. കൈനീളം കുറഞ്ഞ ബ്ലൗസും നേർമയേറിയ സാരിയും അവളുടെ ശരീരവടിവുകൾ ആകർഷകമായി ആവരണം ചെയ്തിരുന്നു. ലഞ്ച് കഴിഞ്ഞ് ഉറങ്ങുകയായിരുന്നോ? എന്താ രാജീവ് എന്നെ കണ്ടിട്ടും ഒരു ഉന്മേഷമില്ലാതെ നിൽക്കുന്നത്? താര അടുത്തേക്ക് ചെന്ന് അയാളുടെ കവിളിൽ കൈത്തല ഉരസി. രാജീവ് മെല്ലെ അവളുടെ കൈ പിടിച്ചു മാറ്റി. താര ഇരിക്കൂ, അയാൾ പറഞ്ഞു. വാ, എൻ്റെ അടുത്തിരിക്കെ. അവൾ അയാളുടെ കൈ പിടിച്ചു വലിച്ചു ഡബിൾ സെറ്റിയിൽ അടുത്ത് ഇരുത്തി. ഇവിടെ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഒരു ഫോർമാലിറ്റീസും ഇവിടെ വേണ്ട. എന്നോട് കുറിച്ച് ഇൻറ്റിമസി കാണിക്കുന്നതിൽ ഒട്ടും മടിക്കേണ്ട. അവൾ അയാളുടെ ദേഹത്തേക്ക് ചാരിയിരുന്നു. ഏതോ വിദേശ സുഗന്ധ ലേപനത്തിൻ്റെ ഹൃദ്യമായ പരിമളം അയാൾക്ക് അപ്പോൾ അനുഭവപ്പെട്ടു. ദൈവമേ, ഇപ്പോൾ ദീപ്തി താഴേക്ക് ഇറങ്ങി വന്നാൽ ഈ കാഴ്ച കണ്ടാൽ. രാജുവിൻ്റെ ഈ സാമീപ്യം, രാജുവിൻ്റെ സ്പർശനം എല്ലാം ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. കൊതിയുണ്ട്. എൻ്റെ മനസ്സ് എത്രയോ മുമ്പ് ഞാൻ രാജുവിൻ്റെ മുമ്പിൽ തുറന്നിട്ടുണ്ട്. എന്നിട്ടും എന്താണ് മടിക്കുന്നത്? കണ്ണുകൾ പാതിയടച്ച് അയാളുടെ ശരീരത്തിലേക്ക് അമർന്നുകൊണ്ടാണ് താര അത് ചോദിച്ചത്. രണ്ട് കൈകളുമെടുത്ത് താനവളെ കെട്ടിപ്പിടിച്ച് വരിഞ്ഞു മുറുക്കുമെന്ന് അവൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് അയാൾക്ക് തോന്നി. എനിക്ക് വാക്കുകൾക്ക് വേണ്ടി അയാൾ പരതി. പെട്ടെന്ന് അവൾ നേരെ ഇരുന്ന് അയാളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. തുറന്നു പറ, രാജീവ് മറ്റേതെങ്കിലും പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ടോ? അവളുടെ നോട്ടത്തിന് മുമ്പിൽ അയാളൊന്ന് പതറി. ഇല്ല, ഞാനൊരു പെണ്ണെയും സ്നേഹിക്കുന്നില്ല. താരയുടെ മുഖത്ത് ഒരു ആശ്വാസഭാവം പരന്നു. പെട്ടെന്ന് അവൾ എന്തോ ഓർത്തതുപോലെ മൊബൈലെടുത്ത് ആരെയോ വിളിച്ചു. അർജുൻ, കാറിലിരിക്കുന്ന ആ സ്യൂട്ട് കേസ് ഇങ്ങെടുത്ത് കൊണ്ടുവരൂ. ഡ്രൈവറെയാണ് അവൾ വിളിച്ചതെന്ന് രാജീവിന് മനസ്സിലായി. കോൾ കട്ട് ചെയ്തിട്ട് താര അയാളെ നോക്കി പുഞ്ചിരിച്ചു. സിംഗപ്പൂരിൽ നിന്ന് രാജീവിന് വേണ്ടി ചില സാധനങ്ങൾ ഞാൻ വാങ്ങിയെന്ന് പറഞ്ഞില്ലേ? ഇപ്പോൾ കൊണ്ടുവരും. അർജുൻ സൂട്ട് കേസ് തൂക്കിയെടുത്ത് കൊണ്ടുവന്നു ടീപ്പോയിന്മേൽ വെച്ചിട്ട് പോയി. താര ഉത്സാഹത്തോടെ ആ പെട്ടി തുറന്നു. സുഗന്ധദ്രവ്യങ്ങളുടെ പലതരം ബോട്ടിലുകൾ അവൾ സെറ്റിയിൽ നിരത്തി. ഇത് ആഫ്റ്റർ ഷേവ് ആണ്. ഇത് പെർഫ്യൂംസ് ആണ്, ഫ്രാൻസിലുണ്ടാക്കിയത്. ദാ, ഈ ഗോഗിൾസ് ഒന്ന് വച്ച് നോക്കട്ടെ. സ്വർണ്ണ ഫ്രെയിമുള്ള കറുത്ത കണ്ണടയെടുത്ത് അവൾ അയാൾക്ക് നീട്ടി. അവളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അയാൾ അത് മുഖത്ത് ധരിച്ചു. നന്നായിരിക്കുന്നു.
മോഡലിങ്ങിൽ രാജീവ് ശോഭിക്കും. അല്ലെങ്കിൽ വേണ്ട. ഓരോ പെണ്ണുങ്ങൾ നോട്ടമിടും. അതെനിക്കിഷ്ടമല്ല. അവൾ പൊട്ടിച്ചിരിച്ചു. രാജീവ് അപ്പോൾ ദീപ്തിയെക്കുറിച്ചാണ് ഓർത്തത്. ഈ സംസാരം അവൾ കേൾക്കുന്നുണ്ടായിരിക്കുമോ? തന്നോടൊപ്പം താരയാണ് എന്ന ഓർമ്മ അവൾക്ക് സഹിക്കുമോ? താര പെട്ടെന്ന് സൂട്ട് കേസിൽ നിന്ന് വേറൊരു പാക്കറ്റ് എടുത്തു. മെറൂൺ നിറത്തിലുള്ള ഒരു ജോഡി ലെതർ ഷൂസ് ആയിരുന്നു അത്. ഇതൊന്ന് ഇട്ടു നോക്കിക്കേ, സൈസ് ശരിയാണോ എന്നറിയാമല്ലോ. നിശബ്ദനായി അയാൾ അത് വാങ്ങി കാലിൽ ഇട്ടു നോക്കി. മൃദുവായ തുകൽ, നല്ല സുഖം, നല്ല പാകം. കറക്റ്റ് സൈസാണ്, അയാൾ പറഞ്ഞു. തൃപ്തിയോടെ അവൾ ചിരിച്ചു. രാജീവിന് സന്തോഷമായില്ലേ? ഉവ്വ്. അയാൾ തലകുലുക്കി. എന്നെ ഒന്ന് ഉമ്മ വയ്ക്കണമെന്ന് തോന്നുന്നില്ലേ? കുസൃതിയോടെ അവൾ ചോദിച്ചു. അയാൾ മിണ്ടിയില്ല. താര പെട്ടെന്ന് അടുത്തേക്ക് നീങ്ങിയിരുന്ന് ഇരു കൈകൾ കൊണ്ട് അയാളുടെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ച് ചുണ്ടുകളിൽ അമർത്തി ഉമ്മ വെച്ചു. ഐ ലവ് യു രാജീവ്, ഐ ലവ് യു, അവൾ മന്ത്രിച്ചു. യാന്ത്രികമായി അയാൾ അവളെ ഒന്ന് ചേർത്ത് പിടിച്ചു. വളരെ പ്രധാനപ്പെട്ട കാര്യം രാജീവിനോട് എനിക്ക് സംസാരിക്കാനുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാനത് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഈ മാസം കൂടി കഴിഞ്ഞിട്ട് മതി. അവൾ നിവർന്നിരുന്ന് അയാളെ ഒന്ന് നോക്കി. എന്തായിരിക്കും അവൾക്ക് പറയാനുള്ളതെന്ന് അയാൾക്ക് ഊഹിക്കാൻ പോലും കഴിഞ്ഞില്ല. പോവാ രാജീവ്, ഇനിയും വരാം, അധികം വൈകാതെ. താര എഴുന്നേറ്റ് യാത്ര പറഞ്ഞു പോയി. രാജീവ് മുൻവശത്തേക്ക് ഇറങ്ങിച്ചെന്നു. അവളുടെ കാർ ഗേറ്റ് കടന്ന് ഇറങ്ങിപ്പോകുന്നത് കണ്ടപ്പോഴാണ് അയാൾക്ക് ആശ്വാസമായത്. അയാൾ സ്റ്റെയർകേസ് കയറി വേഗം മുകളിലേക്ക് ചെന്നു. എന്തു പറഞ്ഞ് ദീപ്തിയെ സമാധാനിപ്പിക്കും എന്നായിരുന്നു അയാളുടെ ചിന്ത. ബെഡ്റൂമിൻ്റെ വാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു. രാജീവ് വാതിലിൽ മെല്ലെ മുട്ടി. പക്ഷേ ഒരു പ്രതികരണവും ഉണ്ടായില്ല. അയാൾ ഡോർ ഹാൻഡിലിൽ പിടിച്ച് തിരിച്ചു. വാതിലുള്ളിൽ നിന്ന് ലോക്ക് ചെയ്തിട്ടില്ലായിരുന്നു. ഇരു കൈകൾ കൊണ്ട് മുഖം പൊത്തി ദീപ്തി കിടക്കയിൽ കുനിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. രാജീവ് അവളുടെ അടുത്തേക്ക് ചെന്നു. ദീപ്തി. അവൾ വിളി കേട്ടില്ല. തലയുയർത്തി നോക്കിയില്ല. ദീപ്തി. അവളുടെ ചുമലിൽ കൈവച്ച് അയാൾ വീണ്ടും വിളിച്ചു. തുടരുതന്നെ. അവൾ കോപത്തോടെ ചാടി എഴുന്നേറ്റു. അവളുടെ മുഖം കണ്ണീര് കൊണ്ട് നിറഞ്ഞിരുന്നു. ദീപ്തി, ഞാൻ ചതിയൻ. പോയിക്കോ ആ സ്ത്രീയുടെ കൂടെ. ഒരിക്കലും നിങ്ങൾ ഇനി എന്നെ കാണരുത്. അവൾ ഒരു കൊടുങ്കാറ്റ് പോലെ മുറിയിൽ നിന്ന് പുറത്തേക്ക് പാഞ്ഞു. രാജീവ് പിന്നാലെ ചെന്നെങ്കിലും അവൾ സ്റ്റെയർ കേസ് ഇറങ്ങി താഴെ എത്തിക്കഴിഞ്ഞിരുന്നു. ദീപ്തി പ്ലീസ്, പോകരുത്. അയാൾ വേഗം താഴേക്ക് ചെന്നു. അവൾ അപ്പോഴേക്ക് ഗേറ്റ് കടന്ന് അപ്രത്യക്ഷയായി. അവൾ എങ്ങനെ കുമാരപുരം വരെ പോകും? ഈ ഭാഗത്ത് ഓട്ടോറിക്ഷ പോലും കിട്ടാൻ വിഷമമാണ്. രാജീവ് വേഗം മുൻവാതിൽ പൂട്ടിയിട്ട് കാറെടുത്ത് തിരിച്ചു. പക്ഷേ മെയിൻ റോഡിലെത്തിയിട്ടും ദീപ്തിയെ കണ്ടുകിട്ടിയില്ല. അയാൾ നിരാശയോടെ മടങ്ങി. വില്ലയിൽ തിരിച്ചെത്തി. അയാൾ ദീപ്തിയുടെ മൊബൈലിലേക്ക് വിളിച്ചു. ബെല്ലടിച്ച് നിന്നതല്ലാതെ അവൾ ഫോൺ എടുത്തില്ല. ഒരു പക്ഷേ അവൾ ഏതെങ്കിലും വാഹനത്തിലായിരിക്കും. അരമണിക്കൂർ കഴിഞ്ഞ് രാജീവ് വീണ്ടും അവളെ വിളിച്ചു. അവളുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയായിരുന്നു. ആരോ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് ദീപ്തി കണ്ണു തുറന്നു നോക്കി. അശ്വതിയാണ് വന്നത്. അവൾ കോളേജ് ബാഗ് മേശപ്പുറത്ത് വെച്ചു. ഉച്ച കഴിഞ്ഞ് നിങ്ങൾക്ക് ക്ലാസ്സിലായിരുന്നോ? അവൾ ചോദിച്ചു. ഇല്ലായിരുന്നു, ദീപ്തി പറഞ്ഞു. എന്നിട്ടെന്താ പറയാതെ പോന്നേ? അശ്വതിയുടെ സ്വരത്തിൽ പരിഭവമുണ്ടായിരുന്നു. രാവിലെ ഞാൻ പറഞ്ഞിരുന്നല്ലോ. നീ എന്താ കിടക്കുന്ന, സുഖമില്ലേ? അശ്വതി ചോദിച്ചു. നല്ല തലവേദന. അതുകൊണ്ടാണോ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ബസ് ഇറങ്ങിയിട്ട് ഞാൻ വിളിച്ചായിരുന്നു. ദീപ്തി മിണ്ടിയില്ല. മണി 4 കഴിഞ്ഞല്ലോ. വാ, ചായ കുടിക്കാം. കോമള ഇന്ന് പഴംപൊരിയാണ് ഉണ്ടാക്കി വെച്ചേക്കണേ. നീ ചെല്ല്, എനിക്ക് ചായ വേണ്ട, ദീപ്തി പറഞ്ഞു. ചായ കുടിച്ചാൽ തലവേദന മാറും. നീ എഴുന്നേറ്റ് വാ ഇങ്ങോട്ട്. അശ്വതി അവളുടെ കൈക്ക് പിടിച്ചു വലിച്ചു. ചെല്ലുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ അവൾ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കും. അവളോടൊപ്പം ദീപ്തി താഴേക്ക് ഇറങ്ങി ചെന്നു. ഡൈനിങ് റൂമിൽ സദാശിവൻ നായർ ഉണ്ടായിരുന്നു. 2 പേരും ഇരിക്കെ. ഒരു സർപ്രൈസിന് 2 പേരും തയ്യാറായിക്കോ, അയാൾ ചിരിയോടെ പറഞ്ഞു. എന്ത് സർപ്രൈസ് ആങ്കിൽ? അശ്വതിക്ക് ആകാംക്ഷയായി. നാളെ അജിത്ത് വരുന്നു. അവർ ഓൺലി സൺ, അജിത്ത് എസ് നായർ. ഗ്രേറ്റ് ന്യൂസ്. അങ്കിളുടെ മോനെക്കുറിച്ച് ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും കാണാനുള്ള ഭാഗ്യവും കിട്ടുകയാണല്ലോ. സദാശിവൻ നായർ പുഞ്ചിരിച്ചു. MBA കഴിഞ്ഞ് കാലിഫോർണിയയിൽ തന്നെ ഒരു കമ്പനിയിൽ ജോലിയിൽ പ്രവേശിച്ചിട്ടാണ് അവൻ വരുന്നത്. എന്തായാലും കല്യാണം കഴിപ്പിച്ചിട്ട് ഇനി തിരിച്ചുവിടും. വല്ല മദാമ പെണ്ണിനെ കല്യാണം കഴിക്കുമോ എന്ന് പേടിയുണ്ട് അങ്കിളിനും ആൻറ്റിക്കും, അല്ലേ? അശ്വതി ചോദിച്ചു. പേടിയില്ലാതില്ല. ദീപ്തി അവരുടെ സംസാരം കേട്ട് നിശബ്ദയായിരുന്നതേയുള്ളൂ. പെണ്ണിനെ കണ്ടുപിടിച്ചോ അങ്കിൾ? പത്രത്തിൽ പരസ്യം കൊടുത്തിട്ടുണ്ട്. ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. നല്ലൊരു കുട്ടിയെ കണ്ടുപിടിക്കാൻ പ്രയാസം വരില്ല എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കോമള 2 കപ്പ് ചായയും ഒരു പ്ലേറ്റിൽ പഴംപൊരിയും കൊണ്ടുവന്നു വെച്ചു. ദീപ്തി മോളെന്താ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നേ? സദാശിവൻ നായർ ചോദിച്ചു. അവൾക്ക് തലവേദനയെങ്കിൽ അങ്കിൾ നല്ലൊരു പെയിൻ ബാം തരാം. അത് പുരട്ടിയാൽ ഏത് തലവേദനയും പമ്പ് കടക്കും. ചായ കഴിച്ചിട്ട് അവർ വീണ്ടും മുറിയിലെത്തി. അജിത് ചേട്ടൻ്റെ ഫോട്ടോസ് കണ്ടിട്ടുണ്ട്. ആളൊരു സുന്ദരനാണ്, അശ്വതി സ്വയം പറഞ്ഞു. ദീപ്തി മിണ്ടിയില്ല. അമേരിക്കയിലേക്ക് പോകാനൊന്നും എനിക്കിഷ്ടമല്ല. പക്ഷേ അജിത് ചേട്ടന് എന്നെ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എതിർപ്പൊന്നും പറയത്തില്ല. അശ്വതി പുതിയ സ്വപ്നങ്ങൾ മെനയാൻ തുടങ്ങിയപ്പോൾ ദീപ്തി മൊബൈലെടുത്ത് ഓൺ ചെയ്തു. രാജുവിൻ്റെ വിളി സഹിക്കാൻ വയ്യാതെ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നതായിരുന്നു അത്. നോക്കിയപ്പോൾ ഒരു മെസ്സേജ് വന്ന് കിടപ്പുണ്ട്. താരയുമായി എനിക്ക് ഒരു ബന്ധവുമില്ല. അവളുടെ ആഗ്രഹങ്ങൾക്ക് ഞാൻ വഴങ്ങുകയുമില്ല. വിശ്വസിക്കൂ പ്ലീസ്. അവൾ അരിശത്തോടെ അപ്പോൾ തന്നെ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഉടൻ തന്നെ മൊബൈൽ ബെല്ലടിക്കാൻ തുടങ്ങി. രാജീവാണ് വിളിച്ചത്. അവൾ ആ കോൾ കട്ട് ചെയ്തു.
ഇനി വിളിക്കുമെന്ന് അറിയാമായിരുന്നതുകൊണ്ട് അവൾ ഫോൺ സൈലന്റ് മോഡിലിട്ടു. ഒരിക്കലും മാപ്പ് കൊടുക്കാൻ പറ്റില്ല, വഞ്ചിക്കുകയായിരുന്നില്ലേ. തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് അവൾ രാത്രിയിൽ എപ്പോഴോ ഉറങ്ങി. പിറ്റേന്ന് പലതവണ രാജീവ് അവളെ വിളിച്ചു, പക്ഷേ കോൾ എടുത്തതേയില്ല. വൈകുന്നേരം അവർ കോളേജിൽ നിന്ന് വന്നപ്പോൾ ജീൻസും വെള്ള ടീഷർട്ടും ധരിച്ച സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ സിറ്റൗട്ടിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അജിത് ചേട്ടൻ. പെട്ടെന്ന് അശ്വതി കാറിൽ നിന്നിറങ്ങി. അവൾ ഓടി അയാളുടെ അടുത്തേക്ക് ചെന്നു. ഹായ് അജിത്തേട്ടാ, ഐ എം അശ്വതി, അവൾ സ്വയം പരിചയപ്പെടുത്തി. ഓ അശ്വതി, മമ്മി പറഞ്ഞിട്ടുണ്ട്. ഹൗ ആർ യു അച്ചു? പ്രസന്നമായ സ്വരത്തിൽ അജിത് ചോദിച്ചു. ഫൈൻ അജിത്തേട്ടാ. കാറിൽ നിന്ന് ഇറങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ദീപ്തി. അതാണോ ദീപ്തി? കണ്ണിമയക്കാതെ അവളെ നോക്കിക്കൊണ്ട് അജിത് ചോദിച്ചു. അതെ. അവൾ അധികം സംസാരിക്കുന്ന ടൈപ്പൊന്നുമല്ല കേട്ടോ, അശ്വതി മുന്നറിയിപ്പ് നൽകി. അജിത്തിനെ കണ്ട് ദീപ്തി അയാളുടെ അടുത്തേക്ക് ചെന്നു. താൻ മര്യാദയില്ലാത്തവളെന്ന് അങ്കിളിൻ്റെയും ആൻറ്റിയുടെയും മോൻ വിചാരിക്കരുതല്ലോ. അജിത്തേട്ടനല്ലേ? അതെ. തോന്നി. എപ്പോഴാണ് വന്നത്? 12:30 ആയപ്പോൾ എയർപോർട്ടിൽ വന്നു. മമ്മിയും ഡാഡിയും ഉണ്ടായിരുന്നു അവിടെ. ഇവിടെ വന്നപ്പോൾ 2 കഴിഞ്ഞു. എവിടാ ദീപ്തിയുടെ വീട്? എറണാകുളത്താണ്. യെസ്, ഐ റിമെമ്പർ, മമ്മി പറഞ്ഞിരുന്നു. കുറേ ദിവസം ഉണ്ടാകുമോ അജിത് ചേട്ടൻ ഇവിടെ? അശ്വതി ചോദിച്ചു. 30 days, അയാൾ പറഞ്ഞു. രാത്രി അജിത്തിനോടൊപ്പം ഇരുന്നാണ് അശ്വതിയും ദീപ്തിയും അത്താഴം കഴിച്ചത്. സദാശിവൻ നായരും മാലതിയും ഉണ്ടായിരുന്നു ഒപ്പം. സംസാരിച്ചത് മുഴുവൻ അജിത്തും അശ്വതിയുമാണ്. ഒടുവിൽ ഗുഡ് നൈറ്റ് പറഞ്ഞ് ദീപ്തിയും അശ്വതിയും അവരുടെ മുറിയിലേക്ക് പോയി. താഴെയായിരുന്നു അജിത്തിൻ്റെ ബെഡ്റൂം. മമ്മി, എനിക്ക് വേണ്ടി വേറെ പ്രൊപ്പോസൽസ് ഒന്നും നോക്കണ്ട. ഞാൻ മാരി ചെയ്യാൻ പോകുന്ന പെൺകുട്ടിയെ ഞാൻ കണ്ടുപിടിച്ചു, ഡ്രോയിങ് റൂമിലിരിക്കുമ്പോൾ അയാൾ പറഞ്ഞു. ഞെട്ടലോടെ സദാശിവൻ നായരും മാലതിയും അജിത്തിനെ നോക്കി. കൂടെ ജോലി ചെയ്യുന്ന ഏതെങ്കിലും പെണ്ണാണോ? മാലതി ചോദിച്ചു. അല്ല, ദി ഗേൾ ഈസ് ദീപ്തി. ആശ്വാസത്തോടെ രണ്ടുപേരും ഒന്ന് നിശ്വസിച്ചു.